വചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രം ആയിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ജീവൻ്റെ സത്യവചനവുമായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇതിന് മുൻപാകെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചല്ല കർത്താവേ. നീ നടത്തുന്ന എല്ലാ വഴികൾക്കും സ്തോത്രം. ഞങ്ങളെ തന്നെ താഴ്ത്തി വചനത്തിന് മുമ്പാകെ ഏൽപ്പിക്കുന്ന കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്താൽ ഞങ്ങളെ ഒന്ന് പുതുക്കി പണിയണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമീകരിക്കണമേ. ഇന്ന് സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ദൂതി ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ബലഹീനദാസനായിരിക്കുന്നതിന് വചനം പറയാനുള്ള പ്രാഗൽഭ്യവും പരിജ്ഞാനവും തരണമേ. ദൈവകൃപ കൂടെ ഇരുന്നാട്ട് യേശുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ഇന്ന് സഭയായിട്ട് നമുക്ക് ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന വിഷയം രാഷ്ട്ര നിർമ്മിതിയിലുള്ള ക്രൈസ്തവ പങ്കാളിത്തം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ വേദഭാഗങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിശുദ്ധ എവൻഗേലിയൻ വായനയിൽ അസാരം പുളിമാവ് ജൈവപിണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിലാണ് ഭാരതത്തിലെ ന്യൂനപക്ഷമായിരിക്കുന്ന ക്രിസ്ത്യാനികൾ. ചെറിയ സാന്നിധ്യമാണെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ, ഈ സംസ്ഥാനത്തിൻ്റെ നല്ല രീതിയിലുള്ള പോക്കിന് നമുക്ക് നല്ല കാര്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്യുവാനും ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുവാനും സാധിക്കും. ഇതുമായിട്ട് കുറച്ചുകൂടെ പ്രസക്തമായിട്ട് നിൽക്കുന്ന വേദഭാഗമാണ് നമ്മളിന്ന് 1-ാം പാഠമായിട്ട് വായിച്ച നെഹമ്യാവിൻ്റെ പുസ്തകം. തകർന്നു കിടക്കുന്ന യെരുശലേമിൻ്റെ മതിലുകളെ എഴുന്നേറ്റ് പണിയുക. നെഹമ്യാവിനുണ്ടായ ഏറ്റവും വലിയ ദുഃഖം എന്നാണെന്ന് ചോദിച്ചാൽ അവരുടെ സ്വർഗീയ നഗരമായിരിക്കുന്ന ജെറുസലേമിൻ്റെ തകർച്ച, യെരുശലേം ദേവാലയത്തിൻ്റെ തകർച്ച, അതിൻ്റെ പ്രധാന കവാടം തീവെച്ച് നശിപ്പിച്ച് കളഞ്ഞു, അതിൻ്റെ മതിലുകൾ തകർന്നു കിടക്കുന്ന അനുഭവം. ഇതിൽ വല്ലാതെ ദുഃഖിച്ച് പ്രയാസപ്പെട്ട് ആത്മഭാരത്തിൽ കഴിഞ്ഞ ഒരാളാണ് നെഹമ്യാവ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദേശീയത വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും ഇസ്രായേലിൻ്റെ ആരാധന ജീവിതം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും ഇസ്രായേലിൻ്റെ മത ജീവിതത്തിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മിതിക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ആധുനിക ഭാരതത്തിൻ്റെ നിർമ്മാണത്തിൽ മിഷണറിമാർക്ക് ദൈവമക്കൾക്കുള്ള പങ്ക് എന്താണ്, അല്ലേ? ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അതിനെ അപ്രസക്തമാക്കുന്ന ചരിത്ര വായനകളുടെ മധ്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്നാൽ ചരിത്രം സത്യസന്ധമായിട്ട് പഠിച്ചാൽ ആധുനിക ഭാരതം നവോത്ഥാന കേരളം കെട്ടിപ്പടുത്തുയർത്തുന്നതിൽ ഈ ഭാരതത്തിലെ മിഷണറിമാർക്ക് വളരെ സുപ്രധാനമായ പങ്കുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം എന്ന് പറയുന്നത്. അത് വെറുതെ പറയുന്നതല്ല, അത് കൃത്യമായ ഡോക്യുമെൻറ്റുകളുടെ സപ്പോർട്ടോടുകൂടെയും തെളിവുകളോടുകൂടെ തന്നെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വിചാരിക്കുക, എന്ത് സംഭാവനയാണ് മിഷണറിമാർ ഈ ഭാരതത്തിൻ്റെ വളർച്ചയിൽ രാഷ്ട്ര നിർമ്മിതി നൽകിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതാണ്, അല്ലേ? ഈ ഭാരതത്തിൻ്റെ ഭാഷകളുടെ വിപുലീകരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് മിഷണറിമാരാണ്. ഒത്തിരി ഭാഷകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, എന്നാൽ പലതിനും ലിപിയില്ല, വ്യാകരണ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപരമായിട്ടില്ല. അതുകൊണ്ട് പല ഭാഷയ്ക്കും ലിപി ശാസ്ത്രീയമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയും വ്യാകരണ ഗ്രന്ഥങ്ങൾ ആധുനിക രീതിയിൽ ലഭിക്കുന്നതിനും സംഭാവനകൾ നൽകിയത് മിഷണറിമാരാണ്. അത് വെറുതെ പറയുന്നതല്ല. വില്യം കേറി അടക്കമുള്ള ആളുകൾ വേദപുസ്തകം അനേക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അവരാണ് പലതിനും ഭാഷയുടെ പുതിയ ആധുനിക മുഖം പല ഭാഷകൾക്കും നൽകുവാൻ സാധിച്ചു. വില്യം കേറിയെ നമുക്കറിയാം, ഇന്ത്യയിൽ വന്ന് ഒരുപാട് ഭാഷകൾ പഠിച്ച് വേദപുസ്തകം വിവർത്തനം ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിച്ച ആളാണ്. അപ്പോൾ വിവർത്തനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഗദ്യ ഭാഷയാണ്. അപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ, അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന മിഷണറിമാർ നൽകി എന്നുള്ളത് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. നിഘണ്ടുക്കൾ, ഇന്ന് നമ്മൾ കാണുന്ന ഡിക്ഷണറികളുടെയൊക്കെ ഉത്ഭവം മിഷണറിമാരാണ്. ചരിത്രം പഠിച്ചാൽ മതി, മനസ്സിലാകും. പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങുന്നത്, അച്ചടി നമുക്കറിയാം ലോകത്തെ സമൂലമായി വിപ്ലവകരമായ മാറ്റത്തിലേക്ക് നയിച്ച ഒന്നാണ് അച്ചടി പ്രസ്ഥാനം എന്ന് പറയുന്നത്. പ്രിൻറ്റിംഗ് പ്രസ് ഇവിടെ ആദ്യമായിട്ടുണ്ടാകുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചത് മിഷണറിമാരാണ്. അത് നമുക്ക് ഹെർമൻ ഗുണ്ടർട്ടിനെയും അർണോസ് പാതിരിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഡിക്ഷണറി മാത്രമല്ല, ആദ്യം പത്രങ്ങൾ ആരംഭിച്ചത് ഈ സമൂഹത്തിൽ മിഷണറിമാരാണ്. പത്രങ്ങളുടെ ഒരു തുടക്കം അവരുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ്
നമുക്ക് വായിച്ചെടുക്കുവാൻ സാധ്യമായി തീരുന്നത്. അനാചാരങ്ങൾക്കെതിരെ പോരാടിയത് മിഷണറിമാരാണ്. ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിൽ അത് സുപ്രധാനമായ പങ്ക് വഹിച്ചു. അത് സതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ രാജാറാം മോഹൻ റോയിയോട് ചേർന്ന് വില്യം കേറി പ്രവർത്തിക്കുന്നുണ്ട് എന്ന ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിനെ പുറന്തള്ളുന്നു എന്നുള്ളതാണ് വാസ്തവമായിരിക്കുന്ന കാര്യം. വില്യം കേറിയിലൂടെ തന്നെയാണ് രാജാറാം മോഹൻ റോയിക്ക് അതിനുള്ള പ്രചോദനം ലഭിക്കുന്നത്. ആദ്യത്തെ കുഷ്ഠരോഗ ആശുപത്രി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് മിഷണറിമാരാണ്. ആരും തൊടാതെ മാറി നിന്ന അനുഭവമാണ്. കഴിഞ്ഞിടയ്ക്ക് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മരണത്തിൻ്റെ വാർഷികം ആചരിച്ചപ്പോൾ നമുക്കറിയാം, ഒറീസയിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത ഒരു ദൈവദാസനെയും കുടുംബത്തെയാണല്ലോ ഇവിടുത്തെ വളരെ തീവ്ര പക്ഷ ആളുകൾ, നമുക്കറിയാം ആരാണ് എന്നുള്ളത്, അവർ കത്തിച്ചു കളയുന്ന അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഭാരതം പ്രാർത്ഥിച്ചു, ഞങ്ങളെ അസതോമ സദ്ഗമയ, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ എന്ന്. ഇപ്പോഴുള്ള അസത്യത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു പ്രതികരണമാണ് കർത്താവിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാനാണ് സത്യം എന്നുള്ളത് കർത്താവ് പറയുകയാണ്. എന്താണ് സത്യം? പരമകാരുണ്യവനായ കർത്താവ് തന്നെയാണ് സത്യം. അതിനപ്പുറത്തൊരു സത്യമില്ല. തുടർന്നുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് കാണാപ്പാഠം അറിയാവുന്നതാണ്. ഭാരതത്തിൻ്റെ പ്രാർത്ഥന, ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. അതിന് മറുപടിയാണ് കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളതാണ് തമ്പുരാൻ പറയുന്നത്. കർത്താവ് പറയുകയാണ്, ഞാൻ വെളിച്ചമാണ്, ആ വെളിച്ചം നിങ്ങളിലൂടെ പ്രകാശിക്കപ്പെടുന്ന അനുഭവത്തെ ഉണ്ടാകുന്നു. മരണത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഞങ്ങളെ ജീവൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ എന്നുള്ള വളരെ ശ്രദ്ധേയമായ ഭാരതത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. അതിനുള്ള മറുപടിയാണ് കർത്താവ് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവന് വേണ്ടി നൽകുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ളത് കർത്താവ്. അതുകൊണ്ട് മിഷണറിമാർ വന്ന് പങ്കുവെക്കുന്നത് ഈ കർത്താവിനെയാണ്. അതുകൊണ്ട് അനേക മേഖലകളിൽ വെളിച്ചം കൊടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള പ്രവർത്തനം, ഭാരതത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട സ്കൂളുകളും കോളേജുകളും എടുത്താൽ, ഏറ്റവും സ്റ്റാൻഡേർഡുള്ള സ്കൂളുകളും കോളേജുകളും എടുത്താൽ അത് മിഷണറിമാർ തുടങ്ങിയതാണ്. ആരോഗ്യ മേഖലയിലുള്ള ശുശ്രൂഷ നമുക്കറിയാം. അനേക ഗ്രാമങ്ങളിലൊക്കെ ക്ലിനിക്കുകൾ തുടങ്ങി. ഞാൻ വലിയ മെഡിക്കൽ കോളേജുകളെ കുറിച്ചല്ല പറയുന്നത്. അനേക ഗ്രാമങ്ങളിൽ ചെറിയ പ്രൈമറി ക്ലിനിക്കുകൾ തുടങ്ങി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ആരോഗ്യ മേഖലയ്ക്ക് വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുവാൻ മിഷണറിമാരുടെ പ്രവർത്തനമാണ് ഈ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് സാധ്യമായി തീർന്നു എന്നുള്ളത് വാസ്തവമായിരിക്കുന്ന കാര്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഭാഷയെ ജനകീയമാക്കുന്നതിൽ വളരെ സുപ്രധാനമായ പങ്ക്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഹൈന്ദവ ഭാഷയെന്ന് പറഞ്ഞാൽ സംസ്കൃതം മാത്രമായിരിക്കുന്നിടത്ത് തന്നെ എല്ലാ ഭാഷകളിലേക്കും വേദപുസ്തകം വിമർത്തനം ചെയ്യപ്പെട്ടതോടെ ആ ഭാഷകളിലെ ലിപികളും വ്യാകരണ ഗ്രന്ഥങ്ങളും മിഷണറിമാരുണ്ടാക്കിയതിലൂടെ അവയ്ക്ക് നല്ല അടിസ്ഥാനമിട്ട് കൊടുക്കുവാൻ സാധിച്ചതിലൂടെ ഭാഷ ജനകീയമായി തീർന്നു. മറ്റേ ഒരാൾ മാത്രം ചൊല്ലുകയാണ് അല്ലേ. നമുക്ക് പണ്ട് നമ്മുടെ നവീകരണത്തിൻ്റെ അടിസ്ഥാനം അതുതന്നെയാണല്ലോ. സുറിയാനി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്കുള്ള തർജ്ജമ, എബ്രഹാം അൽപ്പാൻ നടത്തുന്ന വിപ്ലവകരമായ മാറ്റം ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ മിഷണറിമാരാണ് ഭാഷയെ ജനകീയമാക്കി അതിലൂടെ ദൈവം സംസാരിക്കുകയാണ്. ഒരു ഭാഷയിലൂടെ മാത്രമല്ല ദൈവം സംസാരിക്കുന്നത്. അതാണത്. നമ്മൾ വിചാരിക്കും ഈ സുറിയാനിയിലൂടെ മാത്രം, ഉറുദുവിലൂടെ മാത്രം, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റിലൂടെ, സംസ്കൃതത്തിലൂടെ മാത്രമാണ് ദൈവം. അങ്ങനെയൊന്നുമല്ല, എല്ലാ ഭാഷയിലൂടെയും ദൈവം സംസാരിക്കുന്നത്. ചിലരങ്ങനെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല വാസ്തവമായ കാര്യം എന്ന് പറയുന്നത്. എല്ലാ ഭാഷയിലൂടെയും ദൈവം സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഒരു അഗ്നിയായി പടരുന്നതിന് വേണ്ടിയാണ് മിഷണറിമാർ ഈ രാജ്യത്ത് വന്ന്, അവർ വെറുതെ വന്നതല്ല, വന്നിട്ടങ്ങ് പോയതല്ല. നമ്മൾ ഈ സറാംപൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ വന്ന മിഷണറിമാരുടെ, വില്യം കേറി അടക്കമുള്ള ആളുകളുടെ കല്ലറ അവിടെ കാണാം നമുക്ക്. അവരെല്ലാം ഇവിടെ തന്നെ മരിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച്, സുവിശേഷത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചടക്കപ്പെട്ട ആളുകളായിട്ടാണ് നമുക്കിവരെക്കുറിച്ച് പഠിക്കുവാൻ സാധ്യമായിട്ട് തീരുന്നത്. അനേക സമരങ്ങളുടെ ഭാഗമായിരുന്നു മിഷണറിമാരൊക്കെ. നമുക്കറിയാം, സമരങ്ങളാണ് കേരളത്തെ, ഈ നവോത്ഥാന കേരളത്തെ നിർമ്മിച്ചെടുത്തത്. വളരെ സത്യസന്ധമായ പോരാട്ടങ്ങളും സമരമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് ഭാഗമായിട്ട് മിഷണറിമാർ ചേർന്നു എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. സ്ത്രീകൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും ശക്തിയോടെ മുൻപന്തിയിൽ നിന്ന് മിഷണറിമാരായിരിക്കുന്ന, വിശ്വാസികളായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് അനേക മാനുഷിക അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ള പങ്ക് അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹമായ കാര്യമാണ്.
എന്നാൽ ഇന്ന് ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് അതിൻ്റെ ആമുഖത്തിന് കരിപുരണ്ടിരിക്കുന്ന ഒരു നാളുകളിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അത് ഈ നാളുകളിൽ രാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു നാളുകളിലൂടെ കടന്നു പോവുകയാണ്. മതത്തിൻ്റെ പേരിൽ പൗരത്വം നിർണ്ണയിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയുടെ പൂജാരിയായി മാറുന്ന, പരിമിതപ്പെടുത്തുന്ന, ഒരു മതത്തിൻ്റെ മാത്രം ഭാഗമായി തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യ മാറുമ്പോൾ ഒരുപാട് അപകടങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കുമാണ് രാഷ്ട്രം നീങ്ങുന്നത് എന്നുള്ളതാണ് സങ്കടകരമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ആരാധനാക്രമത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് മാർത്തോമാ സഭ. അത് മോദി ആയിക്കൊള്ളട്ടെ, പിണറായി ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരുടെ സൽബുദ്ധിക്ക് വേണ്ടി, അവരുടെ ദൈവിക ജ്ഞാനത്തിന് വേണ്ടി, ധാർമ്മികതയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാ ആഴ്ചയിലുമുള്ള ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ്. അത് വളരെ ആവശ്യമാണ് എന്നൊരു ചിന്ത തന്നെയാണ് ഈ നാളുകളിൽ ഈ പഠിപ്പിക്കലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നെഹമ്യാവ് ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ദർശനത്തെ കാണുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എപ്പോഴാണ് ദർശനം ഉണ്ടാകുന്നത്? ക്രമം തെറ്റലുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദർശനം ആവശ്യമായി വരുന്നത്. മനുഷ്യരെല്ലാം നാടോടുമ്പോൾ, നടുവേ ഓടുമ്പോൾ, ബദലുകളുടെ ഒരു ലോകം, ഈ ലോകത്തെ സൃഷ്ടിക്കപ്പെടണം എന്നുള്ളൊരു ആവശ്യം വരുമ്പോഴാണ് ദർശനത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് ദർശനം നമ്മളെ ആലസ്യത്തിൽ നിന്ന് ക്രിയാത്മകതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. വിഷൻ ഇറ്റ് മൂവ്സ് യു ഫ്രം പാസീവ് ടു ആക്റ്റീവ് കൺസേൺ. ഇത് പാസീവാണ്. വളരെ മുഖത്തൊരു ഈച്ച വന്നിരുന്നാൽ പോലും അടിച്ചു കളയുവാൻ സാധിക്കാത്ത രീതിയിൽ നമ്മൾ വല്ലാതെ ആലസ്യത്തിലും അലസതയിലും ഒക്കെ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ പറയുന്നത്, ദർശനം എന്ന് പറയുന്നത് അലസമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്നും വളരെ ക്രിയാത്മകമായ, വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു തലത്തിലേക്ക് വരുവാൻ തക്കവണ്ണം സാധിക്കണം. ദർശനം പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടി തലവെച്ച് കൊടുക്കുവാനുള്ള ഒരു സമർപ്പണം ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ദർശനം സാഫല്യമായി തീരുകയുള്ളൂ. നെഹമ്യാവ് അതാണ് ചെയ്യുന്നത്. നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി, ദൈവഹിതത്തിന് വേണ്ടി തലവെച്ച് കൊടുക്കുന്ന അനുഭവമാണ് ഇവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ദുഃഖം ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ. ദേവാലയം തകർക്കപ്പെട്ടിരിക്കുന്നു, ആരാധന നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇസ്രായേലിൻ്റെ ദേശീയത തകർന്നിരിക്കുന്നു, അവർ ഐക്യം തകർന്നിരിക്കുന്നു. വിലാപത്തിൻ്റെ ഗാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ജീവിതം കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മധ്യത്തിൽ ഒരു മതിലുയരുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നെഹമ്യാവ് കരഞ്ഞത് ജർമ്മനിക്കുള്ള വിസ കിട്ടാത്തതിൻ്റെ പേരിലല്ല. എന്തിനാണ് കരഞ്ഞത്? തൻ്റെ ദേവാലയം തകർന്നു കിടക്കുന്നത് ഓർത്തിട്ട്, തൻ്റെ ആരാധന തകർന്നു കിടക്കുന്നു, ഇസ്രായേലിൻ്റെ ദേശീയത നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇസ്രായേലിൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓർത്ത് കരയുന്ന നെഹമ്യാവിനെയാണ് ഈ നാളുകളിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ദർശനം ആരംഭിക്കുന്നത് ഒരു ആത്മഭാരത്തിൽ നിന്നാണ്. നെഹമ്യാവിന് ആത്മഭാരം ഉള്ളത് കൊണ്ടാണ് ഈ ദർശനം തീ പോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നത്. ദർശനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന പോലെയല്ല, ഉറക്കമില്ലാത്ത രാത്രികളെ സമ്മാനിക്കുന്ന ാണ് യഥാർത്ഥ ദർശനമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദർശനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. നമ്മളൊരു മഹത്തായ പ്രക്രിയയുടെ മഹത്തായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരുന്നു എന്നുള്ളതാണ് ദർശനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് നെഹമ്യാവ് ഈ ദർശനം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. എന്നാൽ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ അനുഭവമായിട്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. നെഹമ്യാവ് എന്ന് പറഞ്ഞാൽ വളരെ അനുഗ്രഹീതമായ കഴിവുള്ള ആളാണ്. നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ആളാണ്. നല്ല ഭരണ പാടവമുള്ളത്, നല്ല ഓർഗനൈസിങ് കപ്പാസിറ്റി ഉള്ള ആളാണ്. അവിടെ എല്ലാം നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ അത് നമുക്ക് പഠിക്കാം. നല്ല സംഘാടന മികവുള്ള ആളാണ് നെഹമ്യാവ്. നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി, ഭരണപരമായിട്ട് നൈപുണ്യമുള്ള ആളാണ് നെഹമ്യാവെന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ജനം വല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന അനുഭവത്തിൽ അവർക്ക് നല്ലൊരു എംപവർമെൻറ്റ് കൊടുക്കുവാൻ, നല്ല ശാക്തീകരണം കൊടുക്കുവാൻ, അവരെ ഒന്ന് മൊബൈലൈസ് ചെയ്യുവാൻ, ചലനം നഷ്ടപ്പെട്ട ജനതയ്ക്ക് ഒരു ചലനാത്മകത കൊടുക്കുവാൻ തക്കവണ്ണം നെഹമ്യാവിൻ്റെ പ്രവർത്തനങ്ങളിൽ സാധിക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ വായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വലിയൊരു ലക്ഷ്യത്തെ നിറവേറ്റുകയാണ്. ഒരു വലിയ
ഒരു പണി തുടങ്ങുമ്പോൾ എല്ലാവരും ചേർന്ന് ഐക്യത്തോടെ നിൽക്കുകയാണ്. ഒരിക്കൽ ഒരു ദേവാലയം പണിയുമ്പോൾ പല ജോലിക്കാരത്തിൽ പങ്കാളികളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വഴിയെ നടന്നു പോകുന്ന ഒരാൾ അവിടെ കല്ല് പൊട്ടിച്ചുകൊണ്ടിരുന്ന ആളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ കല്ല് പൊട്ടിക്കുകയാണ്. ഭിത്തി തേച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഞങ്ങൾ ഭിത്തി തേച്ചുകൊണ്ടിരിക്കുക. വേറൊരു മനുഷ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ വലിയൊരു ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഈ ഒരു ദർശനമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പൂർത്തീകരണത്തിലൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതിലൂടെ ദൈവരാജ്യ നിർമ്മിതിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് ഭാരതത്തിൻ്റെ നിർമ്മിതിയിൽ ക്രിസ്തീയ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തിൻ്റെ സൂചന എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിൽ നമുക്കുള്ള പങ്ക് എന്താണ്? അതൊരു അല്പം പുളിമാവ് നമുക്കറിയാം, മാവിനകത്ത് ഇടുമ്പോൾ അതിനെ മുഴുവൻ സ്വാധീനിക്കുന്നൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയും നല്ല സാക്ഷ്യവുമാണ് അനേക ആളുകളെ സ്വാധീനിക്കുവാൻ സാധിക്കുന്നത്. അതിൻ്റെ സൂചനയാണ് ഇവിടെ പറയുന്നത്. ആ സൂചനയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതുകൊണ്ട് ദേവാലയം പണിയുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ സമർപ്പണമാണ് ആദ്യം നടക്കുക. നമ്മൾ പറയും ദേവാലയ പ്രതിഷ്ഠാ ശുശ്രൂഷ എന്നൊക്കെ നമ്മൾ വളരെ ഗംഭീരമായിട്ട് പറയും. അതിന് മുമ്പ് നടക്കേണ്ടത് എന്താണ്? നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സമർപ്പണമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിഷ്ഠയാണ് ഏറ്റവും ആദ്യം നടക്കേണ്ടത്. അതിനുശേഷമാണ് ദേവാലയം കൂദാശ ചെയ്യപ്പെടുന്നത്. അങ്ങനെ കൂദാശ ചെയ്യപ്പെടുമ്പോഴാണ് അത് ഏറ്റവും അനുഗ്രഹകരമായിട്ട് തീരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യാശ നിറഞ്ഞ അനുഭവത്തിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷകളുടെ നടത്തിപ്പിൽ നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് ഇവിടെ സൂചിപ്പിക്കുന്നത്. മതിലുകൾ പണിയുന്ന ദൗത്യമാണല്ലോ എന്ന് നമ്മൾ വായിച്ച് കേട്ടത്. എന്താണ് മതിലെന്ന് പറഞ്ഞാൽ? മതിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ധർമ്മത്തോടെയും പ്രത്യേകമായ ലക്ഷ്യത്തോടും കൂടെയാണ് പലയിടങ്ങളിലും മതിലുകൾ പണിയുന്നത്. നമുക്കറിയാം രണ്ട് ജർമ്മനിയുടെ ഇടയിൽ മതിലുകൾ ഉണ്ടായിരുന്നു. അമേരിക്ക നമുക്കറിയാം, മെക്സിക്കോയിൽ നിന്നുള്ള ആളുകളൊക്കെ മറ്റ് കുടിയേറി പാർക്കുന്ന ഭാഗത്ത് മതിലുകളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. വൻ മതിലിൻ്റെ അനുഭവം നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അപ്പോൾ മതിലുകൾ എന്ന് പറയുന്നിടത്ത് ഇതൊരു ആത്മീയ പ്രതീകമായിട്ടാണ് ഈ മതിലിനെ നമ്മൾ എടുക്കേണ്ടത്. മതിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിക്കുന്ന ഇടങ്ങളെ നിർവചിക്കുന്ന ഒരു ക്രമീകരണമായിട്ടാണ് മതിലിനെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഒരു ജയിലിന് മതിലുണ്ടാകുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. ഒരു സ്കൂളിന് മതിൽ വേണ്ടത് എന്തിനാണെന്ന് നമുക്കറിയാം. ഒരു പോസ്റ്റ് ഓഫീസിന് മതിൽ വേണ്ടത് എന്തിനാണ് എന്നുള്ളത് നമുക്കറിയാം. ബാത്റൂമിന് മതിൽ വേണ്ടത് എന്തിനാണെന്നറിയാം. ഒരു കിച്ചണ് മതിൽ വേണ്ടത് എന്തിനാണെന്നറിയാം. അപ്പോൾ മതിൽ മനുഷ്യ ജീവിതത്തിൽ നമ്മളെ ഒരു പ്രത്യേക സ്പേസിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന, നിർവചിക്കുന്ന അനുഭവമായിട്ട് തന്നെയാണ് മതിലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. മറ്റൊന്ന്, മതിൽ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നുണ്ട്. വോൾ സെറ്റ് ആൻഡ് അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ ഇതൊരു ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന ഇടമാണ് ദേവാലയം എന്ന് പറയുന്നത്, അല്ലേ? അതിന് വിപരീതമായിട്ടൊരു ചന്തയുടെ സ്വഭാവം ഇതിനകത്ത് കൊണ്ടുവന്നാൽ, ഇതിനകത്ത് ചില ആക്രോശങ്ങളും അലമ്പുകളും കൊണ്ടുവന്നാൽ ദൈവികത നഷ്ടപ്പെട്ടു പോകും, അല്ലേ? നമുക്ക് തോന്നുന്ന പോലെ പെരുമാറുവാനുള്ള ഇടമല്ല ദൈവത്തിൻ്റെ ആലയം എന്ന് പറയും. ഇതിനകത്തൊരു ആത്മീയ അന്തരീക്ഷം അത് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലും മനഃപൂർവ്വമായിട്ട് സൃഷ്ടിക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന വാക്കുകളോടും നമ്മുടെ പ്രവൃത്തികളോടും നമുക്കൊരു ആത്മാർത്ഥതയും വിശ്വസ്തതയും ഒക്കെ പാലിക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ. ഭിത്തി വോൾ എന്ന് പറയുന്നത്, മതിലെന്ന് പറയുന്നത് ചില പ്രവേശനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതാണ്. വോൾ ലിമിറ്റ്സ് ആക്സസ്. ചില പ്രവേശനങ്ങൾക്ക് നിരോധനം സൃഷ്ടിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഭവനത്തിനകത്ത് ചില ഭിത്തികൾ ഉയരേണ്ടത്, മദ്യം കയറാത്ത ഭിത്തികൾ ഉയരണം, മയക്കുമരുന്ന് കയറാത്ത ഭിത്തികൾ ഉയരണം, പരദൂഷണവും ഏഷണിയും കയറാത്ത മതിലുകൾ ഉയരുമ്പോഴാണ് നമ്മുടെ ഭവനത്തിൻ്റെ ആത്മീയ മതിലുകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രാർത്ഥനയുടെ മതിലുകൾ ഉയർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മറ്റൊന്ന്, മതിൽ സെക്യൂരിറ്റി നൽകുന്നതാണ്, സുരക്ഷിതത്വം നൽകുന്നതാണ്. നമ്മുടെ വീടിൻ്റെ കാവൽ പിതാവും കാവൽ മാതാവും ഒക്കെയാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ഇതിൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തുന്ന അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വളരെ ജാഗ്രതയുള്ള വാതിൽ കാവൽക്കാരായിട്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ളത് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. വളരെ വിജിലൻ്റായിട്ട് നിൽക്കണം. ശത്രു നുഴഞ്ഞു കയറുവാൻ, പിശാച് നുഴഞ്ഞു കയറുവാൻ, നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തിയുള്ള വാതിൽ കാവൽക്കാരായിട്ട് ഒരു മതിൽ പോലെ, ഒരു പ്രാർത്ഥനയുടെ മതിൽ പോലെ ഉയർന്നു നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം.
മതിലുകൾ, വാൾ സെറ്റ് ബൗണ്ടറീസ്, അതിരുകൾ നിർണ്ണയിക്കുന്നതാണ് മതിലുകൾ എന്ന് പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങളിൽ അതിരുകൾ വേണം. ഇന്ന് അതിരുകളില്ലാത്ത ലോകത്ത് ജീവിക്കുവാനാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയും വല്ലാതെ വഷളായിരിക്കുന്ന ഒരു ജീവിത അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളെ കടന്നു പോകുന്നത്. എവിടെ അതിരിടണം? നമ്മുടെ പിതാക്കന്മാർ ചില അതിരുകൾ നമുക്ക് ഇട്ടിട്ടുണ്ട് അല്ലേ? നോമ്പെന്ന അതിരുണ്ട്, ആരാധന എന്ന അതിരുണ്ട്, ഞായറാഴ്ച ദൈവികമായ ശുശ്രൂഷയ്ക്കും ആരാധനയ്ക്കും പ്രാധാന്യം കൊടുക്കേണ്ട അതിരുകളുണ്ട്, പ്രമാണം എന്ന അതിരുകളുണ്ട്. ഇത് നമുക്ക് തോന്നിയതുപോലെ നമ്മളിങ്ങനെ വലിച്ച് എടുത്തു കളയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ജീവിതാനുഭവങ്ങളായിട്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. മറ്റൊന്ന്, മതിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓണർഷിപ്പിൻ്റെ, ഉടമസ്ഥ അവകാശത്തിൻ്റെ അടയാളമാണ്. ഓൾ ഡിക്ലെയർ ദ ഓണർഷിപ്പ് ഓഫ് ഓൾമൈറ്റി ഗോഡ്. മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇത് ആരുടെയാണ്? നമ്മുടെ സ്ഥലമാണെങ്കിൽ അത് നമ്മുടെയാണ്. മറ്റാർക്കും അതിന്മേൽ, ഗവൺമെൻറ് നിയമം അനുസരിച്ച് നമുക്കതിന്മേൽ പ്രമാണമുണ്ടെങ്കിൽ, നമ്മൾ പോക്കുവരവ് നടത്തിയിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും അതിന്മേൽ അവകാശമില്ല. അവിടെ മതിലിൻ്റെ അകത്തുള്ള സൂചന എന്ന് പറയുന്നത് ഇത് ദൈവത്താൽ നമ്മൾ ഉടമസ്ഥരായിരിക്കുന്നു എന്നൊരു സൂചനയാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ പബ്ലിക് പ്ലേസ് ഫോർ ഓൾ. നമ്മൾ പറയും ചിലത് പബ്ലിക് സ്പേസ്, അവിടെ ആർക്കും വന്നിരിക്കാം അല്ലേ, പഞ്ചായത്തിൻ്റെ സ്ഥലമായിരിക്കാം. എന്നാൽ ഇതങ്ങനെയല്ല. ഇതിൻ്റെ ഉടമസ്ഥാവകാശം വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ ആത്മീയ മതിലുകൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ സൂചനയായിട്ട് തന്നെയാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. എന്നാൽ മതിൽ തകർന്നാൽ എന്നാണ് സംഭവിക്കുന്നത്? ശത്രു പെട്ടെന്ന് അകത്ത് കയറാനുള്ള സാധ്യതയുണ്ട്. നനയരുടെ മതിലുകൾ തകർന്നു കിടക്കുകയാണ്. പ്രാർത്ഥനയാകുന്ന മതിലുകൾ, പ്രിയമുള്ളവരെ, ഉപവാസമാകുന്ന മതിലുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കൂട്ടായ്മയാകുന്ന മതിലുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയാകുന്ന മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ പിശാച് ഊടാടി സഞ്ചരിക്കുന്ന പിശാച് ഇതിനകത്തേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ബ്രോക്കൺ വാൾ, തകർന്ന മതിലുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഇറ്റ് വിൽ ലൂസ് അവർ ഐഡൻറ്റിറ്റി. നമ്മൾ ദൈവമക്കൾ എന്നുള്ള ആ വലിയ പദവിയെ നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളതാണ് സൂചനയെന്ന് പറയുന്നത്. ഒരു മിക്സിംഗ് കൾച്ചറിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ദൈവ പൈതൽ എന്തായി തീരണം എന്നുള്ളത് സൂചനയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രസംഗിച്ചപ്പോൾ അവരോട് പറഞ്ഞു, ഇത് പലപ്പോഴും കുഞ്ഞുങ്ങൾ അവരോട് ചോദിച്ചാൽ അവരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവരങ്ങനെ ആകുകയാണ്. ഇപ്പോൾ ആൺപിള്ളേരോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ കാതുകുത്തിക്കൊണ്ട് നടക്കുന്നത്? അപ്പം പറയും, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം കാതുകുത്തി. പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, എന്നാണ് ഈ ജീൻസ് കീറിയിട്ടാണ് നടക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, കൂടെയുള്ളവരെല്ലാം ജീൻസ് കീറിയിട്ടാണ് നടക്കുകയാണ് അല്ലേ? ചിലർ തലമുടിയൊക്കെ വളർത്തിയിട്ട് റബ്ബർ ബാൻഡും ഒക്കെ ഇട്ടാണ് നടക്കുന്ന ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിലുള്ള പിള്ളേരെല്ലാം ഇത് ചെയ്യുന്നത് കൊണ്ട് ഞാനും അങ്ങനെയായി തീരുന്നു എന്നുള്ള ഒരു സാധാരണ വാചകമല്ല നമ്മൾ പറയേണ്ടത്. അവിടെ വ്യത്യസ്തതയുള്ള ഒരു ദൈവ പൈതലായിട്ട് ജീവിക്കുന്നിടത്താണ് നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ, സാക്ഷ്യം കൊടുക്കുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. അതുകൊണ്ട് നെഹമ്യാവിൻ്റെ അൾട്ടിമേറ്റ് ലോയൽറ്റി എന്ന് പറയുന്നത് ആരോടായിരുന്നു? ഈസ് അൾട്ടിമേറ്റ് ലോയൽറ്റി ആൾമൈറ്റി ഗോഡാണ്, ദൈവത്തോടാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടിരിക്കുന്നു, ദൈവത്തോടുള്ള കൂറുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ബലത്തിലല്ല. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പിള്ളേരുടെ കയ്യെ നോക്കിയാൽ ചിലരുടെ കയ്യിലുണ്ട് ചരടുകൾ പെരുകുന്നു, ചില കൊന്തകൾ പെരുകുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. കൂതാശ കഴിഞ്ഞ് അച്ഛനെ വിളിക്കും പ്രിയമുള്ളവരെ. അത് കഴിയുമ്പോൾ നമുക്കവിടെ പാലയുടെ ഇലയും പാണൻ്റെ ഇലയൊക്കെ പെരുകുന്നത് കാണാം, ചിരട്ട പൊങ്ങുന്നത് കാണാം, ചിലപ്പോൾ കലം കമഴ്ത്തി വെച്ചിരിക്കുന്നത് കാണാം. നമ്മുടെ അൾട്ടിമേറ്റ് ലോയൽറ്റി ആരോടാണ്? സർവശക്തനായിരിക്കുന്ന ദൈവത്തോടാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ ഈ കാര്യങ്ങളല്ല ആശ്രയം. ദൈവത്തിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചാട്ട്, ചരടിലൊന്നും മുറുകെ പിടിക്കേണ്ട, തകിടിലും മുറുകെ പിടിക്കേണ്ട, പാലയിലും മുറുകെ പിടിക്കേണ്ട, ചിരട്ടയിലും പിടിക്കേണ്ട. പ്രിയമുള്ളവരെ, സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം ഈ നാളുകൾ. ഇതാണ് നവീകരണ സഭ. ഇത് പഠിപ്പിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത്. നമുക്ക് വഴിതെറ്റലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമായിട്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ഈ തകർന്ന മതിലുകൾ ജീവിതത്തിൽ പ്രിയമുള്ളവരെ അനേക പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന, ജീർണമാക്കുന്ന, അഴുകിക്കളയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് വചനം നമ്മളോട് പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. ഈ നാളുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം.
ഈ ഭിത്തിയാണ് പ്രതിസന്ധികളെ നേരിടുന്നത് അല്ലേ? വാൾ കൺഫ്രണ്ട്സ് ദ പ്രോബ്ലം. ഭിത്തിയാണ് പ്രതിസന്ധികളെ നേരിട്ട്, അതുകൊണ്ട് ഭിത്തി പോലെ നിൽക്കേണ്ടത് പ്രാർത്ഥനകളാണ് ഈ നാളുകൾ. ഇന്നത് പലപ്പോഴും കുറഞ്ഞു പോകുന്ന അനുഭവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. നെഹമ്യാവ് എന്താണ് ചെയ്തത്? ഹി റീബിൽറ്റ് ദി വാൾ. വീണ്ടും പുതുക്കി പണിയുകയാണ് മതില്. റീവൈറ്റലൈസേഷൻ, ഒരു ജീവനെ കൊടുക്കുകയാണ് ജനത്തിൻ്റെ ആത്മീയ ജീവിതത്തിനകത്ത്. ദ റിവൈവൽ ഓഫ് ദ പീപ്പിൾ, ഒരു പുതുക്കത്തെ, ആത്മീയമായ പുതുക്കത്തെ ഈ ആരാധന ജീവിതം നഷ്ടപ്പെട്ട ഇസ്രായേൽ സമൂഹത്തിന് കൊടുക്കുന്നതിലൂടെ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മിതിയാണ് സാധ്യമായി തീരുന്നത്. റീസ്റ്റോർ ദ സ്പിരിച്വാലിറ്റി ഓഫ് ദ പീപ്പിൾ. ഒരു യഥാസ്ഥാപനം, ജനത്തിൻ്റെ യഥാസ്ഥാപനപ്പെടുത്തലാണ് ഈ പ്രവർത്തനത്തിലൂടെ നെഹമ്യാവ് ചെയ്യുന്നത്. പുതുക്കി പണിയുന്ന ആത്മീയ ജീവിതമായി തീരുവാൻ തക്കവണ്ണം, റീവൈറ്റലൈസേഷൻ, ആത്മീയത ജീവനുള്ള അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം, റിവൈവൽ, പുതുക്കത്തിൻ്റെ അനുഭവത്തെ കൊടുക്കുവാൻ തക്കവണ്ണം, ഇതൊരു പുനഃസ്ഥാപനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏറ്റവും വലിയ ദുഃഖം നെഹമ്യാവിന്, ഞാൻ പറഞ്ഞല്ലോ, യെരുശലേം നഗരത്തിൽ ദൈവത്തിൻ്റെ ആരാധനയും നഷ്ടപ്പെട്ടതായിരുന്നു നെഹമ്യാവിൻ്റെ ദുഃഖം. അതിലൂടെ ഇസ്രായേലിൻ്റെ മതരാഷ്ട്രത്തിൻ്റെ ഒരു പുനർനിർമ്മിതിക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യാശയെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ പുറത്തു നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആത്മീയ ഭിത്തി ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഈ നാളുകൾ മതിലുകൾ പണിത് ആരോടും മിണ്ടാതെ ജീവിക്കുന്ന ഒരു ജീവിതക്രമത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആത്മീയതയുടെ മതിലുകൾ ഈ നാളുകളിൽ ഉയർത്തിക്കെട്ടുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഈ തിന്മയുടെ ശക്തികൾ നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അതൊരുപാട് കുഴപ്പങ്ങളിലേക്ക് ജീവിതത്തെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അതിരുകളെക്കുറിച്ച്, നമ്മുടെ മതിലുകളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ക്രമങ്ങളെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായിരിക്കുന്ന ബോധം ഉണ്ടാകണം. ഇസ്രായേലിനോട് പറയുകയാണ്, നിങ്ങളുടെ മതിലുകളെ പണിയണം. ഇസ്രായേലിൻ്റെ ദേവാലയം എല്ലാം തകർന്നു പോയി, നമുക്കറിയാം. അവസാനത്തെ ദേവാലയം തകർക്കുന്നത് ടൈറ്റസ് ചക്രവർത്തിയാണല്ലോ. ഇപ്പോൾ പഴയ ദേവാലയത്തിൻ്റെ മതിൽ മാത്രമേ അവിടെയുള്ളൂ. ഹോളി ലാൻഡ് സന്ദർശിക്കുന്ന ആളുകൾക്കറിയാം, ഈ വീപ്പിംഗ് ബോൾ, ഈ വിലാപ മതിലാണ് യഹൂദൻ വന്ന് തലയിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. പലരോട് പല വിഷയങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. യെരുശലേം ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി തന്നെയാണല്ലോ യഹൂദൻ ഈ നാളുകളിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കും ഈ ദേശത്തിൻ്റെ നിർമ്മിതിയിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ കേരളം ഒരു നവോത്ഥാന കാലഘട്ടത്തിലൂടെ കടന്നുപോയി ഇത്രയും പ്രബുദ്ധമായൊരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഷണറിമാർക്ക് വളരെ എടുത്തു പറയത്തക്ക പങ്ക് ഈ കേരളത്തിൻ്റെ രൂപീകരണത്തിലുണ്ട്. അതുകൊണ്ട് മിഷണറിമാരുടെ ചരിത്രം പറയാതെ ഈ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം നമുക്ക് പറയുവാൻ സാധ്യമല്ല. അതുപോലെ അവർ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അവർ ഇടപെട്ടു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ജാതിക്കെതിരെ പോരാടുവാൻ തക്കവണ്ണം, ആദിവാസികളുടെ കൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം, ഇന്ന് ആദിവാസികളുടെ കൂടെ നടന്നതിൻ്റെ പേരിലാണല്ലോ ദയാഭായി അടക്കം വളരെ പ്രതിസന്ധികൾ നേരിട്ട്. അതുകൊണ്ടാണ് ദയാഭായി പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ആശ്രയം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വലത് കൈയിൽ ഞാൻ വിശുദ്ധ വേദപുസ്തകം പിടിക്കും, ഇടത് കൈയിൽ ഇന്ത്യയുടെ ഭരണഘടന. ഇത് തകർത്ത് കഴിഞ്ഞാൽ ഈ രാജ്യം അതിൻ്റെ സ്ഥാപിത ദർശനത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതൊരു മതരാജ്യമാക്കുവാനുള്ള കുൽസിത ശ്രമങ്ങളാണ് ഇന്ന് വളരെ സുന്ദരമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വെളിച്ചമായ സത്യമുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധ്യമായി തീരണം. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മൾ ന്യൂനപക്ഷമെങ്കിലും ഒരു ഉപ്പിൻ്റെ അനുഭവത്തിൽ, വെളിച്ചത്തിൻ്റെ അനുഭവത്തിൽ അനേകർക്ക് പ്രകാശവും അനേകർക്ക് രുചിക്കുന്ന സാന്നിധ്യവുമായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ശിരസ്സുകളെ വണക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് ഏൽപ്പിച്ച ആളിന് പ്രാർത്ഥിക്കാം.